DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ചൂട് അസഹനീയമായി തുടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിലില്ലെങ്കിലും താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ കർശന മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. മറ്റ് ജില്ലകളിലും സാധാരണയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ലോക്ക്ഡൌണിന് സമാനമായ ജാഗ്രത പകൽ സമയങ്ങളിൽ പാലിക്കണമെന്നാണ് നിർദ്ദേശം. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്തറിയിപ്പ്, വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ വൈദ്യുതി ബോർഡ് വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ലോഡ് ഷെഡിംഗ് ആരംഭിച്ചിട്ടില്ലെന്നും വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ ചില നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയാണെന്നാണ് KSEB അധികൃതർ പറയുന്നത്. ചൂട് വരും ദിവസങ്ങളിലും തുടർന്നാൽ 30 മിനിറ്റ് വരെയുള്ള നിയന്ത്രണങ്ങൾ രാത്രിയിൽ വേണ്ടി വന്നേക്കാമെന്നാണ് സൂചന. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 1,12,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 14,120 രൂപ നൽകണം. പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ വില ഇനിയും ഉയരും. അടുത്തറിയിപ്പ്, നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കിയെങ്കിലും ആപ്പ് ഉപഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതില്ല. ബാങ്കിന് വിലക്കേർപ്പെടുത്തിയ നടപടി പേടിഎം ആപ്പ് വഴിയുള്ള മറ്റ് ഡിജിറ്റൽ സേവനങ്ങളെ ബാധിക്കില്ല. പേടിഎം, UPI വാലറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് മാതൃകമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്കിന്റെ ലൈസൻസ് റദ്ദാക്കിയത് പേടിഎം ആപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നതാണ് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന പ്രധാന വശം. പേടിഎം, UPI വാലറ്റ്, QR കോഡ്, സൗണ്ട് ബോക്സ്, കാർഡ് മെഷീനുകൾ എന്നിവ തടസ്സമില്ലാതെ തുടർന്നും പ്രവർത്തിക്കും. പേടിഎം പേയ്മെന്റ് ബാങ്കുമായി നിലവിൽ കമ്പനിക്ക് നേരിട്ടുള്ള പങ്കാളിത്തമില്ലെന്നും ബാങ്ക് പൂർണ്ണമായും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്പനി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഏകദേശം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആളുകൾക്ക് വരാനിരിക്കുന്ന ജൂൺ മാസത്തിന് ശേഷം പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ലെങ്കിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് ബാധകമാണ്. പെൻഷൻ തടസ്സപ്പെടാതിരിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കളുടെ എണ്ണമാണ് ഏകദേശം 3 ലക്ഷത്തോളം വരുന്നത്. നേരത്തെ 2025 ഡിസംബർ വരെയായിരുന്നു ഇതിനുള്ള സമയം അനുവദിച്ചിരുന്നതെങ്കിലും സർക്കാർ ഇടപെടലിലൂടെ ഇത് 2026 ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. ഈ തീയതിക്കകം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ ജൂലൈ മാസം മുതൽ പെൻഷൻ മുടങ്ങുകയും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർ മാത്രമാണ് ഇത് നൽകേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.